രണ്ട് സംഖ്യകളുടെ ലസാഗു കാണുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 3 സംഖ്യകളുടെ ലസാഗു എങ്ങനെ കാണാമെന്നാണ് നോക്കുന്നത്. 12, 18, 24. ഇവയുടെ ലസാഗു കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയായ 2 കൊണ്ട് ഹരിച്ച് നോക്കുക. 12ൽ 2 6 പ്രാവശ്യം, 18ൽ 2 9 പ്രാവശ്യം, 24ൽ 2 12 പ്രാവശ്യം. ഇതിൽ 2 കൊണ്ട് ഹരിക്കാവുന്ന 2 സംഖ്യകൾ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഇതിനെ 2 കൊണ്ട് ഹരിച്ച് നോക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 3, 9ൽ 2 പോകില്ല, അതുകൊണ്ട് 9 താഴോട്ട് എഴുതുക. 12ൽ 2 6 പ്രാവശ്യം. ഇനി 3, 9, 6 ഇവയിൽ 2 ഘടകമായിട്ട് വരുന്നില്ല, ഒന്ന് 6ൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത അഭാജ്യ സംഖ്യ 3 കൊണ്ട് ഹരിക്കാം. 3ൽ 3 1 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം. ഇനി കൂടുതലായിട്ട് വിഭജിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മുടെ എൽസിയം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 1 ഗുണിക്കണം 3 ഗുണിക്കണം 2. അതായത് എൽസിയം ലസാഗു സമം 2 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 3 ഗുണിക്കണം 2. ഇതിൽ 1 ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ 4, 12, 36, 72. നമ്മുടെ ആൻസർ 72. ഇനി ഇതേ സംഖ്യകളുടെ ഉസാഗം ഒന്ന് കണ്ടു നോക്കാം. 12, 18, 24 എന്നീ സംഖ്യകളുടെ ഉസാഗ കാണുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 കൊണ്ട് ഹരിച്ച് നോക്കാം. 12ൽ 2 6 പ്രാവശ്യം, 18ൽ 2 9 പ്രാവശ്യം, 24ൽ 2 12 പ്രാവശ്യം. ഇതിൽ 6ലും 12ലും മാത്രമേ ഇനി 2 ഘടകമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് ഉസാഗ കാണുമ്പോൾ എല്ലാ സംഖ്യകളിലും ഘടകം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ അടുത്ത അഭാജ്യ സംഖ്യയായിട്ടുള്ള 3 കൊണ്ട് വേണം ഹരിക്കുവാൻ. 6ൽ 3 2 പ്രാവശ്യം, 9ൽ 3 3 പ്രാവശ്യം, 12ൽ 3 4 പ്രാവശ്യം. ഇനി 2, 3, 4 എന്നീ സംഖ്യകളിൽ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഇല്ല. അതുകൊണ്ട് നമ്മുടെ HCF അതായത് ഉസാഗ വരുന്നത് HCF = 2 × 3. ആൻസർ 6. ലെഫ്റ്റ് സൈഡത്തത് മാത്രം നോക്കിയാൽ മതി.